കേരള പോലീസ് അക്കാദമിയിൽ വൻ മോഷണം. അക്കാദമി ക്യാമ്പസിനുള്ളിലെ ലക്ഷങ്ങൾ വില വരുന്ന 2 ചന്ദനമരങ്ങളാണ് മോഷ്ടിച്ചത്. കനത്ത കാവലുള്ള പോലീസ് അക്കാദമിയിൽ മോഷണം നടന്നത് ഡിസംബർ 27-നും ജനുവരി 2-നും ഇടയിലാണെന്ന് അക്കാദമി എസ്റ്റേറ്റ് ഓഫീസറുടെ പരാതിയിൽ പറയുന്നു. പരാതിയിൽ വിയ്യൂർ പോലീസ് കേസെടുത്തു. വിവരങ്ങളുമായി നടരാജ് പരശുരാം ചേരുന്നു. നടരാജ്, ഈ മോഷണത്തിന്റെ കൂടുതൽ വിവരങ്ങൾ, പരാതിയിൽ എന്താണ്? ഡിസംബർ 27-നും ജനുവരി 2-നും ഇടയ്ക്കാണ് അക്കാദമി ക്യാമ്പസിൽ ഈ മോഷണം നടന്നിട്ടുള്ളത്. ലക്ഷങ്ങൾ വില വരുന്ന 2 ചന്ദനമരങ്ങളാണ് മുറിച്ചു കടത്തിയിട്ടുള്ളത്. 30 വർഷത്തിലേറെ പഴക്കമുണ്ട് എന്നുള്ളതാണ് അറിയുന്നത്. ഇവയുടെ കാതലുള്ള ഭാഗങ്ങളാണ് മുറിച്ചു കടത്തിയത്. അക്കാദമി എസ്റ്റേറ്റ് ഓഫീസറാണ് ഇത്തരത്തിൽ ക്യാമ്പസിൽ നിന്നും മരങ്ങൾ മുറിച്ചു കടത്തപ്പെട്ടു എന്നുള്ള പരാതി വിയ്യൂർ പോലീസിന് നൽകിയത്. ഈ പരാതി പരിശോധിച്ചതിന് ശേഷം വിയ്യൂർ പോലീസ് ഈ സംഭവത്തിൽ കേസെടുത്ത് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. ഇതിന് പിന്നാലെ കർശന ജാഗ്രത വേണമെന്ന് നിർദ്ദേശിച്ചുകൊണ്ടുള്ളൊരു സർക്കുലറും പോലീസ് അക്കാദമിയിലെ ഡിവൈഎസ്പി പുറത്തിറക്കിയിട്ടുണ്ട്. രാജവൃക്ഷങ്ങൾ ഏറെയുള്ള അക്കാദമിയുടെ പ്രിമിസസിൽ, അതായത് അക്കാദമിയുടെ ക്യാമ്പസിൽ കനത്ത കാവൽ വേണമെന്നാണ് പ്രത്യേക സർക്കുലറിൽ പറയുന്നത്. രാത്രികാലങ്ങളിൽ പ്രത്യേക പട്രോളിംഗ് ഏർപ്പെടുത്തണം എന്നും അക്കാദമിക് അഡ്മിനിസ്ട്രേഷന്റെ ഡിവൈഎസ്പി പുറത്തിറക്കിയ സർക്കുലറിൽ പറയുന്നുണ്ട്. നമുക്കറിയാവുന്നതുപോലെ ഏറെ അധികം ഏക്കറിൽ വിസ്തരിച്ച് കിടക്കുന്ന വലിയൊരു ക്യാമ്പസാണ് പോലീസ് അക്കാദമിയുടെ. പോലീസ് ബാച്ചുകളുടെ പരേഡ് ഉൾപ്പെടെ നടക്കുന്നതും ഒക്കെ തന്നെ ഈ പരിശീലന കേന്ദ്രത്തിലാണ്. അവിടെ തന്നെ ഇത്തരത്തിലൊരു മോഷണം നടന്നത് വലിയ രീതിയിലുള്ള ഞെട്ടലുണ്ടാക്കിയിട്ടുണ്ട്. അക്കാദമിയുടെ പറമ്പിൽ നിന്നും ഇത്തരത്തിൽ 2 മരങ്ങൾ മോഷ്ടിച്ചു കൊണ്ടുപോയത് എങ്ങനെ സംഭവിച്ചു എന്ന കാര്യത്തിൽ ഒരു തരത്തിലുള്ള ഒരു മുന്നറിയിപ്പും അധികൃതർക്കില്ല. ഇക്കാര്യത്തിൽ ഊർജിതമായ അന്വേഷണം വിയ്യൂർ പോലീസ് നടത്തുന്നുണ്ട്. നിലവിൽ വിയ്യൂർ പോലീസാണ് ഈ സംഭവത്തിൽ കേസെടുത്തിരിക്കുന്നത്. വിയ്യൂർ പോലീസിന്റെ പരിധിയിലാണ് രാമവർമ്മപുരത്തെ പോലീസ് അക്കാദമി ഉൾപ്പെടെയുള്ള സ്ഥലം വരുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ നടന്ന സംഭവം ഒരു മോഷണം കേസായി വിയ്യൂർ പോലീസാണ് അന്വേഷണം നടത്തുന്നത്. സംഭവം നടന്നത് ഡിസംബർ 27-നും ജനുവരി 2-നും ഇടയ്ക്കാണ് എന്നാണ് പോലീസിന് ലഭിച്ചിട്ടുള്ള പരാതി. ഈ കാലഘട്ടത്തിൽ ഏത് തരത്തിലുള്ള ഇടപാടുകളാണ് ആ ഭാഗത്ത് നടന്നത്? കള്ളന്മാർ രാത്രി മുറിച്ചു കടത്തിയതാണോ, മറ്റേതെങ്കിലും ഈ അക്കാദമിക്ക് അകത്തുള്ള ആളുകൾ തന്നെ ഇക്കാര്യത്തിൽ അറിവുള്ളവരാണോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ അറിയേണ്ടതുണ്ട്. ഇതെല്ലാം സംബന്ധിച്ച് വിശദമായ അന്വേഷണം നടത്തിയ ശേഷമാകും ഇതിൽ തുടർ നടപടികൾ ഉണ്ടാകും. ഈ മോഷണം നടന്നത്, അതായത് കനത്ത കാവലുള്ള പോലീസ് അക്കാദമിയാണ്. മോഷണം നടന്ന ഡേറ്റും വ്യക്തമായിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും CCTV ഒപ്പം തന്നെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാർ അങ്ങനെ കുറച്ചുകൂടി എളുപ്പത്തിൽ എന്ത് സംഭവിച്ചു എന്നത് കണ്ടെത്താം എന്നുള്ള പ്രതീക്ഷയിലാണോ പോലീസ്? തീർച്ചയായും അങ്ങനെ തന്നെയാണ്. ഈ നടപടികളിലേക്ക് പോലീസ് കടന്നിട്ടുണ്ട്. കാരണം 27 മുതൽ ജനുവരി 2 വരെയുള്ള ദിവസങ്ങൾക്കിടയിലാണ് നഷ്ടമായിരിക്കുന്നത് എന്ന് അറിഞ്ഞ സ്ഥിതിക്ക് ആ സമയങ്ങളിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്നവർ, പട്രോളിങ്ങിലുണ്ടായിരുന്നവർ, അതിനിടയ്ക്ക് പുറത്തുനിന്ന് വരാൻ സാധ്യതയുള്ളവർ, അല്ലെങ്കിൽ അക്കാദമിയുടെ പുറം ഭാഗത്ത് നിന്ന് എവിടെയെങ്കിലും ഇത്തരത്തിൽ വാഹനത്തിലോ മറ്റോ മരങ്ങൾ കയറ്റി പോയിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ പോലീസിന് പരിശോധിക്കേണ്ടതുണ്ട്. അതിന്റെ പ്രാഥമിക പരിശോധനകൾ പോലീസ് നടത്തുന്നുണ്ട്. തുടർ നടപടികൾ ഇവയൊക്കെ തന്നെ ശേഖരിച്ച ശേഷമാണ് ഉണ്ടാവുക. സാധാരണഗതിയിൽ അക്കാദമിയിലെ മറ്റു ഭാഗങ്ങളിലൊക്കെ തന്നെ CCTV ഉള്ളതാണ്. പക്ഷേ മരങ്ങളും മറ്റുമുള്ള വലിയ പറമ്പായതുകൊണ്ട് തന്നെ ഈ ഭാഗത്ത്, ഈ മരമുറി നടന്നതായി കരുതുന്ന ഭാഗത്ത് ഇത്തരത്തിലൊരു CCTV മറ്റുമൊന്നും ഇല്ല. അതുകൊണ്ട് തന്നെ ഇത് ഏത് ഭാഗത്തിലൂടെ കടത്തി, ആര് കടത്തി എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയില്ല. ഇക്കാര്യമെല്ലാം തന്നെ പോലീസ് പരിശോധിക്കുകയാണ്. ശരി നടരാജ്.